ഓഫ് ഗ്രിഡ് സോളാർ പവർ സപ്ലൈ ഹാമർ റേഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 180 വാട്ടിൻ്റെ പെർക്ക് സോളാർ പാനലും സോളാർ ചാർജ് കൺട്രോൾ സാധാരണ കൺട്രോളറാണ്, MPPT അല്ല, പിന്നെ അതിൻ്റെ കേബിളും ഒരു 65 ആംപിയർ അവർ ബാറ്ററിയും SMF ആണ്, സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാർജിങ് വേണ്ട പോലെ നടക്കണില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് മുമ്പായിട്ട് നമ്മുടെ ഹാം റേഡിയോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബാൻഡിലും ഓൺലൈനിലൊക്കെ ഒന്ന് ചർച്ച ചെയ്തു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. ഞാൻ ആദ്യമായിട്ടാണല്ലോ സോളാർ സംവിധാനം ഉണ്ടാക്കി നോക്കുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇത് സോളാർ ചാർജ് കൺട്രോളറിൽ കാണുന്ന ഡിസ്പ്ലേ ആണ്. മഞ്ഞ നിറത്തിൽ കാണുന്നത് ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇൻഡിക്കേറ്ററിൽ മഞ്ഞ നിറം വരുന്നത് ആവശ്യത്തിന് ചാർജ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഫുൾ ചാർജ് ആയാലും പച്ച കാണിക്കും. പിന്നെ ചുവപ്പ് വരുമോ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, അത്രയ്ക്ക് ഡിസ്ചാർജ് ചെയ്ത് നോക്കിയിട്ടില്ല. പച്ച സൂര്യൻ്റെ ആകൃതിയിൽ മിന്നിക്കൊണ്ടിരിക്കുന്നത് ചാർജിങ് കുറേശ്ശെ നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. പക്ഷേ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഒരു കാര്യം, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഇതിലൊക്കെ പരീക്ഷണത്തിന് തുടർന്നാൽ സോളാർ പാനലിൻ്റെയും ബാറ്ററിൻ്റെയും ഒക്കെ വാറണ്ടി ചിലപ്പോൾ പോയിന്ന് വരും. കാരണം അവരുടെ ക്ലോസിൽ പറയുന്നുണ്ട് വളരെ ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് മാത്രമേ ഇതിൽ പെരുമാറാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാറണ്ടി പോയിന്ന് വരും. പക്ഷേ ഞാനത് നോക്കിയിട്ടല്ല, ഇതെനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ വാറണ്ടിയെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷൻ ചാർജ് കൺട്രോളറിൽ നിന്ന് മാറ്റിയ ശേഷം ബാറ്ററിയിൽ നിന്ന് വരുന്ന കേബിളിലെ വോൾട്ടേജ് ചെക്ക് ചെയ്തതാണ് 11.54. അത് തീർച്ചയായിട്ടും കുറവ് തന്നെയാണ്, അത്ര കണ്ടാൽ പോരാ. ശരിക്കും ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ 12 കാണേണ്ടതാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെയാണ് ഈ ടെസ്റ്റ് ചെയ്തത്. അതായത് സോളാർ പാനൽ ചാർജറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന വോൾട്ടേജ് നോക്കി. 19 വോൾട്ട് കാണണമെന്നാണ് അവർ പറഞ്ഞത്. 19.18 വോൾട്ട് കാണുന്നുണ്ട്. ലോഡില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ, ലോഡുള്ള അവസ്ഥയിലുള്ള വോൾട്ടേജ് അല്ല. അങ്ങനെ തന്നെയാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ സോളാർ പാനലിൽ നിന്ന് കറണ്ട് വരുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തി. പിന്നെ അവരൊരു കാറിൻ്റെ ബൾബ് എടുത്തിട്ട് 12 വോൾട്ടിൻ്റെ ആണല്ലോ, ഈ സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്ന കേബിളിൽ കത്തിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് 18.62 വോൾട്ട് ഉണ്ട്. പക്ഷേ കണക്ട് ചെയ്തപ്പോൾ വോൾട്ടേജ് വല്ലാണ്ട് ഡിപ്പ് ചെയ്ത് പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസിനെക്കാട്ടും വളരെ കൂടുതൽ റെസിസ്റ്റൻസ് ആ ബൾബ് കണക്ട് ചെയ്യുന്ന സ്ഥലം വരെയുള്ള കേബിളിലും സർക്യൂട്ടിലായിട്ടുണ്ട്. അതുകൊണ്ട് ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അക്രോസ് ദ ബൾബ് വോൾട്ടേജ് ഡ്രോപ്പ് വല്ലാതെ വന്നു. ചെറിയ വോൾട്ടേജ്